ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ ട്രേഡിംഗ് ഡേ? അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു അല്ലേ? അത്യാവശ്യം നല്ല മോശമില്ലാത്ത ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അപ്പിലേക്ക് കാണുന്നുണ്ടെങ്കിലും ഡൗണിലേക്ക് കാണുന്നുണ്ടെങ്കിലും മോശമില്ലാത്ത ട്രേഡുകൾ വന്നിട്ടുള്ള ദിവസമായിരുന്നു എന്നുള്ളതാണ്. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ലൈവ് മാർക്കറ്റിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ഒന്ന് രണ്ട് ന്യൂസ് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നെന്താണ് നമ്മുടെ ചൈനയിൽ വീണ്ടും ഒരു കോവിഡിൻ്റെ വകഭേദത്തിനെ കണ്ടെത്തി എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ മാർക്കറ്റ്. അങ്ങനെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ളൊരു എന്താ പറയുക ലോവർ ലോ ഫോർമേഷൻ തന്നെ മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഉണ്ടാക്കിയതിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് സെക്കൻഡ് വേവ് വന്നപ്പോൾ പോലും അത്ര ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് യൂഷ്വലി ഒരു ന്യൂസിന് ഒരു പ്രാവശ്യമേ റിയാക്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് യൂഷ്വലി നടക്കുന്ന ഒരു പരിപാടി. സോ അങ്ങനെ ഒന്ന് രണ്ട് ന്യൂസ് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് മോശമില്ലാത്തൊരു ട്രേഡിംഗ് ഡേ ആയിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് പറയാം. സോ നമ്മളൊരു പുതിയ ആഴ്ചയിലേക്ക് കടക്കാൻ പോകും. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ്, ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലെ ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ടല്ല. ടു ബി ഫ്രാങ്ക്, ക്ലിയർ കട്ടായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലും എൻ്റെ ഓഫീസിൻ്റെ റെൻറ്റും കൊടുക്കാൻ പോലുമുള്ള ഒരു റവന്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല. എൻ്റെ യൂട്യൂബ് അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വ്യൂ മാത്രം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യില്ല. കാരണം എനിക്ക് ആകെ കിട്ടുന്നത് 1500 to 2000 വ്യൂസാണ്. സോ ഈ 2000 വ്യൂസിന് വേണ്ടിയിട്ട് ഞാനത് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുന്ന ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ഒരു യൂസ് കിട്ടട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. സോ അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് എനിക്കൊരു ദിവസം 5 കൂടുതൽ കോളുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കോള് തന്നൂടെ, ടിപ്സ് തന്നൂടെ, എന്തായാലും നിങ്ങൾ ലെവൽസ് പറഞ്ഞു തരുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ടിപ്സ് തന്നൂടെ, പേ ചെയ്യാൻ റെഡിയാണ്, ഒരു മിനിമം ഫീസ് വെച്ചിട്ട് ടിപ്സ് പ്രൊവൈഡ് ചെയ്തോളെന്ന് വെച്ചിട്ട് ഒരുപാട് കേരളത്തിലെ യൂട്യൂബേഴ്സ് അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് ആലോചിക്കാം. ഞാൻ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇല്ല, ഞാൻ കോളുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ലെവൽസ് പറഞ്ഞു തരാറുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ അറിയോ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇതുവരെ ഇല്ലാത്തൊരു പരിപാടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നെഗറ്റീവ് സൈഡിലുള്ള കമൻറ്റുകൾ കിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നുണ്ടായി. വെറുതെ നെഗറ്റീവ്, ആവശ്യമുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. ഇപ്പം എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും താഴെ കാണാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ഒരു റിപ്ലൈ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മൈൻഡ് ആക്കാറില്ല. അവർ പറയുന്ന പോയിന്റിൽ വാലിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവർ അംഗീകരിക്കാറുണ്ട്. അതല്ല, ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും ഒരു പ്രൊഡക്റ്റിനെ ഞാൻ സെല്ല് ചെയ്യാറില്ല. ഇപ്പം യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ കാറിക്കൂവി ക്ലാസ് വെക്കുന്ന മനുഷ്യനല്ല ഞാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഒരിക്കൽ പോലും കാറിക്കൂവി കോഴ്സ് വെക്കാൻ ഞാൻ പോകാറില്ല. കോഴ്സ് ഞാൻ കോൾസ് ഞാൻ കൊടുക്കാറില്ല. വേറെ പ്രീമിയം അത് ഇത് മറ്റേ കോപ്പ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ ചെയ്യാറില്ല. ഇന്നൊരു കോള് വന്നത്, നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് ചാനലിലെ താഴെ നമ്പർ കൊടുത്തുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്തുകൂടെ, ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കക്കണം, എന്ത് ന്യായമായി പറയണേ? ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, അത് അവരുടെ ശരിയാണ്. അവർ തെറ്റ് പറയാൻ ഞാൻ ആളല്ല ഒരിക്കലും. അവർ കോഴ്സ് വെക്കുന്നതിനെ കുറിച്ച് ഒന്നും തെറ്റ് പറയാൻ ഞാൻ ആളല്ല. കാരണം കോഴ്സ് വെക്കുക എന്ന് പറയുന്നതും ഒരു കഴിവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിനുള്ള എബിലിറ്റി ഉണ്ടായത് കൊണ്ടാണ് അയാളത് ചെയ്യുന്നത്. ഒന്നെങ്കിൽ എന്താ വേണ്ടതുണ്ട്, നിങ്ങൾ കോഴ്സ് എടുക്കുന്ന ആളുടെ കോഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കണം. നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഇത്രയും വലിയ ഫീസ് കൊടുത്തിട്ട് കോഴ്സ് എടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ ക്ലാസ് ഉണ്ടാവാറ്. അതും നിങ്ങൾ 2-3 ദിവസം മാർക്കറ്റിൽ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് മാത്രമാണ് എൻ്റെ ചാർജായിട്ട് ഞാൻ ചാർജ് ചെയ്യാറുള്ളത്. പ്ലസ് അതിന് ലൈഫ് ടൈം വാലിഡിറ്റി ഞാൻ കൊടുക്കുന്നത്. എൻ്റെ കൂടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾ ഇന്നും കഴിഞ്ഞ ആഴ്ച പോലും ലൈവിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2-മത്തെയോ 3-മത്തെയോ ബാച്ചിലിരുന്ന ആൾ പോലും കഴിഞ്ഞ ലൈവിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നെടുത്ത ക്ലാസ് എന്താണോ അത് കഴിഞ്ഞിട്ട് ഞാൻ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ അത്രയും അപ്ഡേഷൻ ഞാൻ അവർക്കും കൊടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് ഞാൻ അവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനി ടൈം അത് വാച്ച് ചെയ്യാനും എനി ടൈം എന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് പോയി അപ്രോച്ച് ചെയ്യാനുള്ള സൗകര്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് പറയാം, ഞാൻ കോഴ്സ് സെല് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കൊടുക്കുന്ന ഒരു ടൈമുണ്ട്, അതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്.
ആ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് എനിക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണം. അതല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, കോഴ്സ് വിട്ടിട്ട് വരുമാനം ഉണ്ടാക്കുക, ഈ വക പരിപാടികളൊന്നുമില്ല. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിട്ടാണ്. അത് ഞാൻ എന്താണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ലൈക്ക് ട്രേഡ് എടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ പറഞ്ഞു വന്ന കേസ് ചൊറിയാനാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിന് വേറെ ആളെ കിട്ടും. എന്നെ സംബന്ധിച്ച് ക്ലിയർ ആൻഡ് ക്രിസ്പാണ്. ഞാൻ നെഗറ്റിവിറ്റി ഒരുപാടുള്ള ഭാഗത്തേക്ക് നോക്കാറില്ല. നിങ്ങളും അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ബെർണാഡ് ഷോ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടല്ലേ, നിങ്ങളൊരിക്കലും പന്നികളോട്, ഞാൻ അഗെയിൻ പറയാണ്, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നുള്ളത് അവർക്കറിയാം, അവർക്ക് മാത്രമേ കൊള്ളേണ്ട കാര്യമുള്ളൂ. പന്നികളോട് യുദ്ധം ചെയ്യാൻ പോകരുത്, ഗുസ്തി കൂടാൻ പോകരുത്. കാരണം രണ്ടുപേരും ദേഹത്ത് ചളിയാവും. പക്ഷേ പന്നികൾക്ക് ദേഹത്ത് ചളിയാകുന്നത് ഇഷ്ടമാണെന്നുള്ളതാണ്. എനിക്ക് ദേഹത്ത് ചളിയാവുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൊറിയാനാണെന്നുണ്ടെങ്കിൽ വേറെ ആളെ നോക്കുക. ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാനത് ബ്ലോക്ക് ചെയ്തിട്ട് ചുമ്മാ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. സോ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുള്ളത് ഞാൻ കോപ്പി ട്രേഡിംഗ് സെല് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രീമിയം ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അഡ്വൈസറി സർവീസ് കൊടുക്കുന്നുണ്ടോ എന്ന് എൻക്വയറി ചെയ്യാനായിട്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയുള്ള ആളുകൾ മാത്രം അപ്രോച്ച് ചെയ്താൽ മതി. ഒരിക്കൽ പോലും, ടു ബി ഫ്രാങ്ക്, ഒരിക്കൽ പോലും നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടൊരു കോൾ വന്നിട്ടുണ്ടാവില്ല. ഡാറ്റാബേസ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കൊടുത്താൽ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. ഈച്ച് ആൻഡ് എവറി ഡേ വന്ന് വിളിക്കാനായിട്ട് എനിക്ക് ആളെയും ഏൽപ്പിക്കാൻ പറ്റും. ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യാറില്ല. അപ്പം എന്തിന് നമ്പർ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്നായിട്ട് അപ്രോച്ച് ചെയ്യാനോ വേണ്ടിയിട്ട് മാത്രമാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ കോപ്പി ട്രേഡിങ് ആ വക പരിപാടികളൊന്നുമില്ല. ഈ വക ചൊറിച്ചിലൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഹാർഷായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് എനിക്കും അറിയും. മോശമാണ് ചെയ്യുന്നത് കേട്ടോ. വലിയൊരു ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് ചെയ്യുന്നത്. അപ്പം അത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കേസുകൾ ലൈക്ക് ഇപ്പം ഈ ഫോൺ ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ വിഷ്ണു ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ശരിക്കും അറിയുന്ന ഒരാളാണ്. അപ്പം അത്ര മാത്രമേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. സോ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിധി വരെ കാര്യം. ബട്ട് ചിലരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ഈ ഒരു വക നെഗറ്റീവ് ഐറ്റംസ് വരുമ്പം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റീസണും കൂടി ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ 2-3 ലൈക്ക് പോട്ടെ, നമുക്കൊരു പിന്നൊരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നല്ല രസമുള്ളൊരു പരിപാടിയായിരിക്കും. യൂട്യൂബിൽ പുതിയൊരു വിവാദത്തിനൊക്കെ അത് തിരി കൊടുത്തു എന്നുള്ളതാണ്. ആൻഡ് ബാക്കിയുള്ള ആളുകൾ ഇപ്പം നിങ്ങൾ ഈ വിചാരിക്കുന്ന നിങ്ങളുടെ ഈ സോ കോൾഡ് മെൻറ്റേഴ്സ് കാണിക്കുന്ന എല്ലാ അഭ്യാസത്തിനും തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നുണ്ട് ആളുകൾ, നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ എന്ന് പറയുമ്പം നിങ്ങളുടെയൊക്കെ ഈ ഒരു സോ കോൾഡ് മെൻറ്റേഴ്സായിട്ട് ക്ലാസ് എടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ ക്ലാസ്സിൻ്റെ റിവ്യൂസ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ 40,000 50,000 കൊടുത്തിട്ട് എടുക്കുന്ന ക്ലാസ്സിൻ്റെ റിവ്യൂസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ചൊറിച്ചിലാണ് ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്ന് ചൊറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കടന്നു കയറി പോകുന്നില്ല. ആൻഡ് നമുക്ക് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിലേക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഈവൻ തോ നമുക്ക് വ്യാഴാഴ്ച ഒരു നല്ല ബുള്ളിഷ്നസ് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ വീണ്ടും അതൊരു നെഗറ്റീവ് സെന്റിമെന്റ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലാണ് ഞാനിത് എക്സാക്റ്റ് ആയിട്ട് പറയുന്നത്. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ന്യൂട്രൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ബട്ട് നിഫ്റ്റി ബാങ്ക് ആ ഒരു ലോവർ ലെവലിലേക്ക് തന്നെ, അതായത് 51,000 താഴെ തന്നെ എഗെയിൻ വന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് സെയിം ടൈം നിഫ്റ്റി വന്നിട്ട് 24,000 തൊട്ടടുത്തുള്ള ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഞാനത് പറയാൻ കാരണം 51,600 ആ ഒരു ലെവൽ വരെയൊക്കെ നിഫ്റ്റി പ്രോപ്പറായിട്ട്, നിഫ്റ്റി ബാങ്ക് 51,600 ആ ഒരു റേഞ്ചിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് നമുക്ക് വ്യാഴാഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു ഫോളോ ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ മൊമെൻറ്റം നമുക്ക് കിട്ടിയേനെ. ബട്ട് അത് കിട്ടാണ്ട് എഗെയിൻ ആ റേഞ്ചിലേക്ക് തന്നെ വന്ന് ജാം ആയിട്ടുണ്ടെന്നുള്ളതാണ്. ബട്ട് എന്നാലും നമുക്ക് ഈ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നല്ല ഒരു ബൈയിങ് മോഡ് കാണുന്നുണ്ട്. സോ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
അന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ക്യാൻഡലിൻ്റെ മിഡ് പോയിന്റ്, അതായത് പിന്നെ 24,200 എന്നുള്ള പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 24,200 മുകളിൽ പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു പരിപാടി ആയനെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എഗെയിൻ 24,200 മുകളിലായിട്ട് പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടാൻ പറ്റിയിട്ടില്ല. ആൻഡ് എഗെയിൻ ട്രെൻഡ് ലൈന് കൂടി നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓൾറെഡി 2 പ്രാവശ്യം മാർക്കറ്റ് ട്രാപ്പ് ആക്കിയിട്ടുണ്ട്. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിലാണ് 2 പ്രാവശ്യം തോന്നുന്നുണ്ടോ. സോ ഇനി താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 23,500 എന്നുള്ള പോയിന്റാണ്. സോ ഷാർപ്പ് സെല്ലിങ്ങിന് മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ 23,500 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് എന്തായാലും അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ചാർട്ടിൽ ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഒക്കെ നമ്മുടെ യൂഷ്വലി ചെയ്യുന്ന ചാർട്ടിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ വരണമെന്നുണ്ടെങ്കിൽ 23,900 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരേണ്ടതുണ്ട്. സോ 23,900 താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയ റൗണ്ട് ഓഫ് സെൽ ഓഫ് കിട്ടും. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ബേസ് ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ലെവൽ എന്ന് പറഞ്ഞാൽ 23,500 എന്നുള്ള ലെവലിനെയാണ്. 23,550 എന്നുള്ള ലെവലാണ് ഞാനിവിടെ ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബട്ട് 500 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് പിന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മുടെ വ്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരാൻ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു ഡോജി ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അത് കിടക്കുന്നതും അതായത് ലൈക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് എഗെയിൻ ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 51,600 ആ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തു. ബട്ട് ഈ ഒരു ക്യാൻഡിൽ ഒരു ഫോളോ ത്രൂ കിട്ടിയില്ല. ആൻഡ് ആ ഒരു ക്യാൻഡിലിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ബൈയിങ് പ്രഷറിനെയും പിന്നെ കവർ ചെയ്തുകൊണ്ട് എഗെയിൻ മാർക്കറ്റ് താഴത്ത് തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 50,900 എന്നുള്ള പോയിന്റാണ്. സോ 50,900 താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഒന്നുകൂടി 50,500 എന്നുള്ള ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ എഗെയിൻ നമ്മുടെ പിന്നെ പ്രോപ്പർ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിഫ്റ്റി 50യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,980 എന്നുള്ള പോയിന്റാണ് നാളെ അവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. 980 അല്ല 970 23,970 എന്നുള്ള പോയിന്റാണ് നാളത്തേക്ക് കൂടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. 23,970ക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23,900 ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 23,900 ആൻഡ് 23,900 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 23,800 എന്നുള്ള ലെവൽ വരെയൊക്കെ 800 എന്നല്ലേ ആ ലെവൽ 900 താഴെ വന്നു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് വരാൻ പോകുന്നത് 800 എന്നുള്ള ലെവലാണ്. സോ ആ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ ഇന്നലത്തെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ടെലഗ്രാമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് പറയേണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല തലേ ദിവസം. ബട്ട് ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ലെവൽസ് ഞാൻ പറഞ്ഞു തന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മാർക്കറ്റ് ബ്രേക്കിംഗ് ലോ വിത്തൗട്ട് എനി പുൾ ബാക്ക്. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു പുൾ ബാക്ക് കിട്ടാതെ മാർക്കറ്റ് നേരെ ക്ലിയർ ആയിട്ട് താഴത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ലെവൽ എന്ന് പറയുന്നത് 450 ആൻഡ് 435 ആണല്ലേ. സോ ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,150 100 24,100 എന്നുള്ള ലെവലായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. 24,100ലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തുള്ളത് മാത്രം കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞാൻ ഈ ലെവൽ പറയുന്നത്. 24,100 എന്നുള്ള ലെവൽ പറയുന്നത് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ്. സോ ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം, ഒരു പുൾ ബാക്ക് കിട്ടാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് പിന്നെ താഴത്തേക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാർട്ടിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇവിടുന്ന് നമ്മൾ പറഞ്ഞ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഏകദേശം ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. എഗെയിൻ താഴത്തേക്ക് വരുന്നു. ഷാർപ്പ് ഒരു പുൾ ബാക്ക് വരുന്നു. സോ ഈ ഒരു പുൾ ബാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രീമിയം ചാർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അസാധ്യം പുൾ ബാക്കാണ്.
ആൻഡ് അതിനുശേഷം നമ്മുടെ സെല്ല് ആക്റ്റീവ് ആവുന്നു, ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ട്രാവൽ ചെയ്യുന്നു. ആൻഡ് എത്ര വരെ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എത്ര വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെ 10:35 പറയുന്നത് സ്റ്റാർട്ട് ബുക്കിംഗ്. ബുക്ക് ചെയ്തോളാൻ പറയുന്നത് 10:35. 10:35 എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെയാണ്. നോക്കിയാൽ നിങ്ങൾ 10:35 ക്യാൻഡിലാണിത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരു പോയിന്റിൽ പോലും ഇതിനൊരു ഫോളോ ത്രൂ ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്, റിവേഴ്സൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് റിവേഴ്സൽ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു. ഇവിടെ ഒരു റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ റണ്ണവേ ഗ്യാപ്പിനെ ഞാൻ എൻ്റെ ടാർഗറ്റ് ആക്കി വെച്ചു. ഈ റണ്ണവേ ഗ്യാപ്പ് ഒന്നും ഞാൻ എപ്പോഴും പറയുകയാണ്, ടു ബി പ്രൗഡ്, ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയുകയാണ്. റണ്ണവേ ഗ്യാപ്പിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് ഒരിക്കലും യൂട്യൂബിൽ കാണാൻ പറ്റില്ല. അതുപോലും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ബ്ലാസ്റ്റിംഗ് ട്രേഡുകളും വരുന്നുണ്ട്. അത് മാത്രം എടുക്കുന്ന ആളുകളും പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. സോ പറഞ്ഞു വന്നത് എഗെയിൻ നേരത്തെ പറഞ്ഞ ഇൻട്രോയിലേക്കുള്ള പോയിന്റ് തന്നെയാണ്. ഇതൊന്നും ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കുറേ വാങ്ങിച്ചു വെക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ വ്യൂ ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കാനോ അല്ല. എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. പഠിക്കാൻ ആഗ്രഹമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ 4 വ്യൂ കുറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. അൽഹംദുലില്ലാഹ് ഇപ്പോഴത്തെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകാനുള്ള സ്കില്ല് എൻ്റെ കയ്യിലുണ്ട്. അതിനുള്ള ക്യാപിറ്റലും എൻ്റെ കയ്യിലുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ എന്താണെന്നുള്ളത് ദൈവം വിചാരിക്കുന്ന പോലെയാണ്. സോ അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് മാറിയിരുന്ന് കരയുക. നിങ്ങളുടെ കരച്ചിൽ ആർക്കും കാണേണ്ട എന്നുള്ളതാണ്. സോ എഗെയിൻ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയി പോകുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് എൻ്റെ രണ്ടാമത്തെ ട്രേഡ് വരുന്നത്. എൻ്റെ ആദ്യത്തെ ട്രേഡ് നിഫ്റ്റി ബാങ്കിലായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രേഡ് നിഫ്റ്റിയിലാണ് ഞാൻ എടുത്തുള്ളത്. കാരണം ഈ ഒരു റണ്ണവേ ഗ്യാപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക്, നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാമെന്നുള്ളതാണ്. സോ അപ്പോൾ ആ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2450 എന്നുള്ള പോയിന്റാണ്. 2450യുടെ മുകളിലേക്ക് 55 50 നമുക്ക് എടുക്കാം. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അപ്പോ സൈഡിലേക്കുള്ള ഫെർദർ മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെവലിനെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 24,140 എന്നുള്ള ലെവലിനെയും 24,200 എന്നുള്ള ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം. ഈ 24,200 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡുകൾ അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്കുള്ള ട്രേഡാണ് വരുന്നുണ്ടെങ്കിൽ 50% ക്വാണ്ടിറ്റിയിൽ മാത്രം നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ് 5100 എന്നുള്ള ലെവലാണ്. 5100ൻ്റെ മുകളിൽ ടാർഗറ്റ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 51,250 ആണ്. 250യുടെ മുകളിലായിട്ട് നമുക്ക് 51,350 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് 50,950 എന്നുള്ള ലെവൽ കൂടിയായിരിക്കും. 50,950 എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതിൽ ഈ ഒരു ലെവലിൽ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ, അതായത് ഓപ്പണിംഗ് ഇറ്റ് സെൽഫ് ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര അഗ്രസീവ് ആയിരിക്കില്ല. ഒരു ചെറിയ ട്രാപ്പോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. വൺസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് മുകളിലേക്ക് പോയി ഒരു ട്രാപ്പും കാര്യങ്ങളും കാണിച്ചു, അതായത് ഇനീഷ്യൽ അഗ്രസീവായിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ട്രാപ്പ് ആക്കിയിട്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡ് നമുക്ക് കാണാൻ പറ്റും. അതൊരു നല്ല സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആവാനും ചാൻസ് ഉണ്ട്. കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ട് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. കാരണം SL വലുതാവുന്ന ഒരു ട്രേഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനി ചാൻസ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓൾവേസ് ഞാൻ ടെലഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് ടെലഗ്രാമിൽ നിങ്ങളെ റിയാക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിട്ടോ. എനിക്ക് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമോ കാര്യമൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ ആരും എനിക്ക് പൈസ ഒന്നും തരുന്നില്ല. സോ ഏറ്റവും മിനിമം ഒരു റിയാക്ഷനെങ്കിലും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ചോദിക്കുന്നത് എന്നുള്ള ചിന്ത വരരുത്. കാരണം അതൊരു മോട്ടിവേഷനാണ്. നമ്മൾ പറയുന്നതിൽ നിന്ന് ഒരു വാല്യൂ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് സംഭവം. അല്ലാണ്ട് ഈ റിയാക്ഷൻ ഇട്ടുകൊണ്ട് ഒരു റിയാക്ഷൻ ഒരു വെച്ചിട്ട് ടെലഗ്രാം എനിക്ക് തരാനൊന്നും പോകുന്നില്ല. അപ്പം ഇതാണ് സംഭവം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അപ്രീസിയേഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിലും. എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് 23,700 എന്നുള്ള പോയിന്റാണ്. 23,700ൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് എഗെയിൻ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് 23,790 എന്നുള്ള പോയിന്റാണ്. 790, 800 തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. സോ 790, 800 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. 800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പോ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ആർക്ക് ചോദിക്കുന്ന ഒരു കേസാണ് എന്തുകൊണ്ടാണ് സെൻസെക്സിൽ ട്രേഡ് ചെയ്യാത്തതെന്നുള്ളത്. സെൻസെക്സിൽ ഞാൻ ഒരു പ്രാവശ്യം ട്രേഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രീമിയത്തിൻ്റെ മൂവും ബിഹേവിയറൊക്കെ എനിക്കൊരു ഓക്കെ അല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ പേഴ്സണലായിട്ട് ട്രേഡ് ചെയ്യാറില്ല. ബാക്കിയുള്ള ഫിനിഫ്റ്റിലും മിഡ് ക്യാപ്പിലൊക്കെ ട്രേഡ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. ബട്ട്
സെൻസെക്സിൽ ആകെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ നിങ്ങൾക്ക് പിന്നെ സജസ്റ്റ് ചെയ്യാത്തത് കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ഫിനിഫ്റ്റി ആണെങ്കിൽ പോലും സെൻസെക്സ് ആണെങ്കിൽ പോലും എക്സ്പയർഡ് എന്ന് ഞാനത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ സെൻസെക്സിനെ ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് കവർ ചെയ്യാത്തത്. സോ ആസ് ഓഫ് നൗ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 970 അല്ലെങ്കിൽ 980 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ അപ്പർ സൈഡ് 13,040 എന്നുള്ള ലെവൽ കൂടിയാണ് മിഡ് ക്യാപ്പിൽ ഞാൻ വാച്ച് ചെയ്യുന്നത്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ബാങ്കിങ് സെക്ടറിൽ നല്ലൊരു വീക്ക്നസ് നമുക്ക് ലാസ്റ്റ് ഡേ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് ലെവൽ എന്ന് പറയുന്നത് 1745 എന്നുള്ള പോയിന്റാണ് പിന്നെ HDFC ബാങ്കിൽ. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്ന് കഴിഞ്ഞാൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ICICI ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മേജർ സ്വിംഗ് ഹൈനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 1272 എന്നുള്ള പോയിന്റിന് ആ ഒരു ലെവലിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ ഒരു ബൈങ്ങിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആസ് കമ്പയർ ടു ബാക്കിയുള്ള ബാങ്കുകൾ ഇവൻ എന്തായാലും ചെറുതായിട്ടൊന്നും മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 1830 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1830 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയിൽ മാത്രം ചെറിയൊരു റിവേഴ്സലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ആശാൻ. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇൻഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് 1920 എന്നുള്ള ലെവലിൽ തന്നെയാണ്. 1920 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു ചെറിയ വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആൻഡ് TCSലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ TCSൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 4090 എന്നുള്ള ലെവലാണ്. 4090 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുഷ് അഗെയിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. 1244 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യണം. സോ ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു വീക്ക്നസ് എങ്കിലും അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസിസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഹെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല, മേ ബി എന്താ പറയുക, ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ബട്ട് അങ്ങനെയല്ല, നമ്മളൊരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരാളെ വിളിച്ച് സംസാരിക്കേണ്ട രീതി അങ്ങനെയല്ല. അതുകൊണ്ട് മാത്രമാണ് അത്ര ഹാഷായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.